സെൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ വിഷയം ദേ കണ്ടോ, 8 അടിയോളം ഉയരമുള്ള നമ്മളുടെ ഈ കാന്താരിയെന്നോ പച്ചമുളകെന്നോ വിളിക്കാൻ പറ്റത്തില്ല, ഉണ്ടമുളകൊന്നും വിളിക്കാൻ പറ്റാത്ത ഒരു നീല മുളകിനെ പറ്റി, നീലയല്ല വയലറ്റ് മുളകിനെ പറ്റി. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രൂപം. കണ്ടോ, കുറച്ചും കൂടെ വയലറ്റ് കളറായിരിക്കും. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ചുമന്ന കളറായിരിക്കും. ഒരെണ്ണം പറിച്ച് കാണിക്കാം. നല്ല റെഡ് കളറിലായിരിക്കും ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇരിക്കുന്നത്. കണ്ടോ, ഇത് നല്ല റെഡ് കളറിലായിരിക്കും പഴുത്ത് കഴിയുമ്പോൾ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരുപാട് ശാഖകളുണ്ട്, നിറച്ച് മുന്തിരിക്കൊല പോലെ ഇങ്ങനെ കാകൾ പിടിച്ച് കിടക്കുക. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച് നട്ടതല്ല, നമ്മൾ നട്ട് കൊടുത്തതുമല്ല. ഇതേ കണ്ടോ, ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഇവിടെ ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ കൃഷി ചെയ്യുന്ന കൂട്ടത്തിൽ കിച്ചൺ വേസ്റ്റ് ഇട്ട സമയത്ത് അതിൽ നിന്ന് പൊട്ടിക്കിളുത്ത് വന്നിട്ടുള്ള, അതിൽ നിന്ന് കിളുത്ത് വന്ന് കയറിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 8 അടിയോളം വലുപ്പത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. 1.5 വർഷക്കാലമായി ഒരുപാട് വിളവ് ഇതിനകത്ത് നിന്ന് എടുത്തതാണ്. ഇതുപോലെ തന്നെ പിന്നെ നിറച്ച് വരും, പഴുത്ത് വരും, പിന്നെ നമ്മൾ പറിച്ച് അച്ചാറിടും, അതുപോലെ കറിക്കൊക്കെ എടുക്കും. സാധാരണ ഇതുപോലുള്ള മുളകിനൊക്കെ ഒരു പാൽമണം ഉണ്ടെന്ന് പറയത്തില്ല, ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മുടെ പച്ചമുളക് എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ ഇച്ചിരി എരിയുണ്ട്. കുറച്ച് പൊട്ടായിരിക്കുമ്പോൾ എടുത്ത് വറക്കാനൊക്കെ ഭയങ്കര രുചിയാണ്. ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ്, കാരണം ഇതിൻ്റെ പരിപാലനത്തിലൊന്നും ഞാൻ കൈ കടത്തിയിട്ടില്ല. ഇത് മൊത്തം അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകളും അതുപോലെ കഞ്ഞിവെള്ളം, ഇടയ്ക്ക് ഇതിൽ വെള്ളീച്ച വരുമായിരുന്നു കേട്ടോ. പുറത്തെല്ലാം വെള്ള കുത്ത് മൊത്തം വന്നിട്ട് കായ്ഫലം എല്ലാം അങ്ങ് നിന്ന് മുരടിച്ച് നിൽക്കുന്ന പോലെ വരും. ആ സമയത്ത് അമ്മ കുറേ കഞ്ഞിവെള്ളമൊക്കെ കൊണ്ട് തെളിച്ച് കൊടുക്കും. പിന്നെ അത് ആദ്യം തൊട്ട് പൂവൊക്കെ ഇട്ട് പിന്നെ അങ്ങനെ വരും. അങ്ങനെ എനിക്ക് വന്നിട്ടൊരു 10-20 പ്രാവശ്യം ഇപ്പോൾ പൂത്ത് നല്ല രീതിയിൽ കായ്ഫലം കിട്ടി. കിച്ചൺ വേസ്റ്റ് അല്ലാതെ വേറെ ഒന്നും ഇതിന് വളമായിട്ടും കൊടുത്തിട്ടില്ല. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ വിളവൊന്നും എടുക്കാവേ, ഇതുപോലെ തുരുതുരാന്ന് കായ്ച്ച് നിൽപ്പുണ്ട്. ഇതിൻ്റെ ശരിക്കുമുള്ള പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിത് മൊത്തം പറിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്നോ, ഇത് പറിച്ചിട്ട് ഇതിന് കുറച്ചും കൂടെ ഒരു വലിയ ബാഗിനകത്തോട്ട് പറിച്ചു മാറ്റി ആക്കുമല്ല, ഇതിന് പുറമേ ഒരു ടയർ കൊണ്ട് ഒരെണ്ണം കൊടുത്തിട്ട് അതിനകത്ത് കുറേ വളമൊക്കെ കൊടുത്ത് അതിനെ സെറ്റാക്കി എടുക്കാൻ പോവാം. കാരണം ഇതിന് എത്രത്തോളം നിൽക്കുമെന്നൊന്ന് അറിയണമല്ലോ. ഇത്രയും വലുപ്പത്തിൽ ആദ്യമായിട്ടാണ് നമുക്കൊരു മുളക് ചെടി ഇങ്ങനെ കിട്ടുന്നത്. കണ്ടോ, ആ ഷെയ്ഡിൻ്റെ അവിടെ വരെ ഉണ്ട്. കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുകൊണ്ട് ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഇതിനെ വലിച്ചൊന്ന് നേരെയാക്കി വലിച്ചു കെട്ടിയാൽ അത് ആ ഷെയ്ഡിൻ്റെ മുകളിൽ പോകും. ആ ഷെയ്ഡിൻ്റെ അവിടെ ഒരു 7 അടിയാണ്, അതിൻ്റെ മുകൾ വരെ ഉണ്ട്. ഇത് ഒരു 8-8.25 അടിയോളം ഇതിന് ഉയരമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി എത്ര നാൾ നിർത്താൻ പറ്റുമോ അത്രയും നാൾ ഇതിനെ നിർത്തുക, നന്നായിട്ട് പരിപാലിക്കുക, ഇതുപോലെ നിറച്ച് വിളവെടുക്കുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഈ ഡീറ്റെയിൽ ഇടാൻ കേട്ടോ. ഇതിന് നമുക്കറിയത്തില്ല ഇനി എത്ര നാളും കൂടി ഇത് നിൽക്കുമെന്നുള്ളത്. മാക്സിമം ഇതിനെ വളർത്താനായിട്ട് നോക്കും. ഇതിൻ്റെ ഫുൾ വിളവ് ഞാനിപ്പോൾ അങ്ങ് എടുക്കുവാണ്. ലാസ്റ്റിൽ കാണിക്കാം ഇതിന് എത്രത്തോളം വിളവുണ്ടെന്നുള്ളത്, എല്ലാം പറിച്ചെടുത്തിട്ട് കാണിക്കാവേ. ഉണ്ടോ, ഒരെണ്ണത്തിൻ്റെ വലിപ്പം കണ്ടോ, ഇതേ കണ്ടോ, ഒരു ഇലയുടെ വലിപ്പം തന്നെയുണ്ടോ ഒരെണ്ണത്തിന്. കണ്ടോ, പച്ചമുളകിൻ്റെ മുരടിപ്പ് മാറാനായിട്ട് ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യമൊക്കെ വിളവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത വിളവ് കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് വിളവെടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സമയാസമയം വിളവെടുത്ത ഉടനെ തന്നെ എന്തെങ്കിലും ഒരു വളം കൊടുക്കുക. ഇവിടെ അമ്മ കിച്ചൺ വേസ്റ്റ് മാത്രം ഇട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റൂളൊക്കെ ഇട്ട് മേളിൽ കയറി നിന്നാൽ മാത്രമേ ഇത് നമുക്ക് വിളവെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. പിന്നെ വിളവെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് മുരടിച്ച് പോകുമല്ലോ. ഇതേ കണ്ടോ, ഈ ഒരൊറ്റ ചെല്ലിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഇത്രയും മുളക്. ഈ പാത്രം നിറഞ്ഞപ്പോൾ ഞാൻ ഈ വിളവെടുപ്പ് നിർത്തി. ഇനി നിൽപ്പുണ്ട് ഒരുപാട് ചെറുതും അത്യാവശ്യം പൊട്ടും കുറച്ച് വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് നിൽപ്പുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാവർക്കും വിളവെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ അടുക്കളയിലുള്ള വേസ്റ്റും കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്തെടുക്കാം. അപ്പം നിങ്ങളെല്ലാവർക്കും ഇതൊരു പ്രചോദനമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.